മാത്രമാണ് കടമെടുക്കാൻ അനുമതി തേടുന്നതെന്ന് കേന്ദ്രവാദം പൊളിയുന്നു. 17 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കടപ്പത്ര ലേലത്തിലൂടെ ഇന്ന് 50,206 കോടി രൂപ കടമെടുക്കും. കടമെടുപ്പിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഉത്തർപ്രദേശ് കടപ്പത്രത്തിലൂടെ സമാഹരിക്കുക 8,000 കോടി രൂപയാണ്. സംസ്ഥാനത്തിന്റെ ന്യായമായ ആവശ്യങ്ങളോട് പോലും മുഖം ധരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ വലിയ നിയമ പോരാട്ടമാണ് സംസ്ഥാനം നടത്തുന്നത്. എന്നാൽ സുപ്രീം കോടതിയിൽ സംസ്ഥാനത്തിന്റെ ധനമാനേജ്മെന്റിന്റെ പ്രശ്നമെന്നും മറ്റു സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ കടമെടുക്കുന്നില്ല എന്നൊക്കെയുള്ള കേന്ദ്രവാദമാണ് പൊളിയുന്നത്. 17 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ചേർന്ന കടപ്പത്രത്തിലൂടെ ഇന്ന് സമാഹരിക്കുന്നത് 1,00,000 കോടിയിലേറെ രൂപയാണ്. RBI അനുമതി നൽകിയിരിക്കുന്നത് 50,206 കോടി സമാഹരിക്കാനാണ്. ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഉത്തർപ്രദേശും. കടപ്പത്രത്തിലൂടെ ഉത്തർപ്രദേശ് സമാഹരിക്കുക 8,000 കോടിയാണ്. തൊട്ടുപിന്നിൽ കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നിവയാണ്. 6,000 കോടി രൂപയാണ് ഈ സംസ്ഥാനങ്ങൾ കടമെടുക്കുന്നത്. കേരളമെടുക്കുന്നത് 3,742 കോടി രൂപയും. ഒരാഴ്ചയിൽ ഇത്രയും തുക കടപ്പത്രങ്ങൾ വഴി കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ സമാഹരിക്കുന്നത് ആദ്യമായിട്ടാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ കടപ്പത്രം വഴി 39,000 കോടി സമാഹരിച്ചതാണ് ഇതുവരെയുള്ള ഏറ്റവും വലിയ തുക. സത്യാവസ്ഥ ഇങ്ങനെയെന്നിരിക്കെയാണ് കേരളത്തെ പഴിചാരുന്ന സമീപനം കേന്ദ്ര സർക്കാർ തുടരുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.